നമുക്ക് പോവാം ഹലോ ചന്ദ്ര ഡെഡ് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. ഹലോ ഡെഡ് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ഹലോ എനിക്ക് ഈ മൊണ്ണ വോയിസ് ഒന്ന് കേൾക്കുന്ന ചാഞ്ചാട്ട മതി. മിസ്റ്റിയാണോ നീ? മച്ചാൻ എന്തോ വെളിയിൽ ഇറങ്ങിയിട്ട് എന്താ അടിക്കൂന്നോ ഇറങ്ങി കുട്ടി. രമേശിന്റെ കടയിൽ നിന്നാണോ വാങ്ങിച്ചേ? ഒരു മിനിറ്റ്, ഞാൻ വേറൊരു കേസില്ല. നിങ്ങൾ പിന്നെ വാ, ഡേറ്റ് ചെയ്യാൻ പിന്നെ തരാം. ഇങ്ങോട്ട് പറ. മച്ചാൻ എന്താ ഇതിങ്ങനെ വെളിയിൽ ഇറങ്ങിട്ട് നമുക്ക് സംസാരിക്കാം. ബാക്കി അടി തീരുമാനമൊക്കെ പിന്നെന്താ കാര്യത്? ഇറങ്ങി പറഞ്ഞോ. ആണത് അല്ല മച്ചാൻ എന്തിനാണ് മച്ചാൻ ഇവനെ അടിക്കുന്നോ തള്ളൂന്നൊക്കെ കേട്ട് അടിക്കുന്നു? വണ്ടിയൊക്കെ എടുത്തോണ്ട് പോയിട്ട് അല്ല മച്ചാനെ ഗൺ വീട് എന്തിനാണ് മച്ചാൻ ഇതൊക്കെ എടുത്തോണ്ട് പോയത്? വണ്ടി എടുത്തോണ്ട് പോയത് എന്തിനാ? ഏത് വണ്ടി? ഇവിടെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഇവനെ തന്നെ അടിച്ചിടുന്ന് പറഞ്ഞ് പിന്നെ അടിച്ചിടും. പിന്നെ നിന്റെ പെർമിഷനോ? അല്ല ഞങ്ങള് സിറ്റിസൺ ആണെന്നൊക്കെ ഞങ്ങള് പറയാം. കാര്യം പറഞ്ഞു, നിങ്ങൾ എന്തിനാ എടുത്തോണ്ട് പോയത്? എന്തിനാ അടിച്ചിട്ട് ഓടിക്കളയുന്ന? തിരിച്ചടി ബ്രോ, കാണാൻ വെച്ചേക്കോണ കൈ. ഇങ്ങനെയൊക്കെ എന്താ അച്ഛൻ്റെ അല്ലേ പെണ്ണ്? അത് എന്റെ പെണ്ണാന്ന് വെച്ച് അവിടെ സേഫ് ആണ്. പോണേ നമ്മള് സംസാരിച്ച് തീർക്കാനാണ് വന്നത്. സംസാരിച്ച് തീർക്കാം നമുക്ക്. കൈ പിന്നെ എന്ത് കുറച്ച് വലിയ കണ്ണനെ കൊണ്ട് പുറത്തേക്ക് എടുക്കുന്നത് മച്ചാൻ എന്തിനാ? അതിനോട് മിണ്ടാണ്ടിരിക്കാൻ പറയട്ടോ. അതിനോട് നീ മിണ്ടായിരിക്കും. അതിന്റെ അല്ലെങ്കിൽ ഞാൻ അടിച്ച് അതിനെ കൊല്ലും. ഞാൻ നിന്നെ കൊല്ലും. സംസാരിക്കാനാ വെച്ചനെ മച്ചാനെ സംസാരിക്കുമല്ലേ? അച്ഛനെ ഞാൻ സംസാരിക്കാൻ വന്ന സംസാരിച്ചോ? എന്താ ഇങ്ങനെ കാണിച്ച ഒരു എടുത്തോണ്ട് വയ്ക്കൂടെ? എന്തിനാ ഇങ്ങനെ കാണിച്ച് എയറൊക്കെ എടുത്ത് ചൂണ്ടിയ? ഞാനാണോ ചൂണ്ടിയത്? മച്ചാൻ എന്തിനാണ് ഇവിടെ വണ്ടി എടുത്തോണ്ട് പോയത് വെറുതെ? എപ്പോ? ഇച്ചിരി മുമ്പ് എപ്പോ? ടൈം പറ. അത് ഇവനെ ടൈം എത്രയാ? ടൈം ഒരു 2 അരയൊക്കെ ആയപ്പോ. 2:30? എടാ വേണ്ട, എപ്പോഴാ 2:30 ആവുന്നേ? മച്ചാന്റെ ഫാമിലിയാണോ? എന്തെന്ന്? എനിക്കറിയാം. അല്ലല്ല, നിങ്ങൾക്ക് ഏതാ ഫാമിലിയാ? ഞങ്ങള് ഫാമിലിയിൽ നിന്നല്ല, നമ്മള് സിറ്റിസൺസ്. സെയിം അല്ലല്ലോ മച്ചാനെ, സെയിം അല്ലല്ലോ മച്ചാൻ. മച്ചാൻ എങ്ങനെ സെയിം അല്ലെന്ന്? എന്റെ ഒരു മിസ്റ്റി അടിച്ചു നോക്കടാ. ഏത് മിസ്റ്റിയാണ്? കാണണം മച്ചാനെ. മച്ചാൻ എങ്ങനെ അടിച്ചു നോക്കി? മച്ചാനെ എങ്ങനെ അടിച്ചു നോക്കി? അവിടെ അടിച്ചു നോക്കാനൊക്കെ പറ്റും ബ്രോ. സെർച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. സിറ്റിയുടെ ഇതൊക്കെ അറിയാം. നമുക്ക് ടാബും ഫോണൊക്കെ ഉണ്ട്. നമുക്ക് നോക്കട്ടെ. എന്റെ സാധനം എനിക്കറിയാം. വേണമെങ്കിൽ കാശ് വിളിക്കണം.
നമ്മുടെ അടുത്തൊന്ന് ചോദിക്കുന്നു. എന്റെ കാശില്ല ഇത്രേ. AR ഉണ്ടല്ലോ, AR മേടിക്കാൻ നിനക്ക് കാശുണ്ടല്ലോ, 25 കോടിയല്ലേ AR. ബ്രോ ട്രിഗർ ആവാതെ അത്ര ഒന്നും ആവശ്യമില്ല, ഒരു കോടി പോലും വേണ്ട ടാബ് എടുക്കാൻ. ഇങ്ങനെ ട്രിഗർ ആവാതെ മച്ചാനെ നമ്മള് trigger പ്രഷർ ആയെന്നില്ല കയറാതെ മച്ചാനെ. ബ്രോ, പ്രഷർ കയറാതെ. മച്ചാരി ഞാൻ ചെയ്യ്, ആ അത് ഞങ്ങൾക്കില്ലേ ഹോസ്റ്റൽ എടുത്തോളാം ഞങ്ങള്. ആ മച്ചാൻ പൊക്കോ. ആ എടുത്തു എടുത്തു. അത് ഞാൻ സംസാരിച്ച് ചേർക്കാൻ തോന്നാ മച്ച, അതിന്റെ വർത്താനം എനിക്ക് പിടിച്ചില്ല. നീ തുടത്തില്ലല്ലോ, നിന്റെ കൈ ഞാൻ വിട്ടുവല്ലോ. മച്ചാനെ എന്താ അങ്ങനെ പറഞ്ഞ അച്ഛനെ? മച്ചാൻ അടിച്ചിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റില്ലേ? നിന്നെ ആദ്യമേ ഞാൻ അടിച്ചിടും, എന്നിട്ട് ഞാൻ കൊണ്ട് കഴിക്കും നിന്നെ. മച്ചാനെ കാണണോ? എന്താണ് മച്ചാനെ? ആദ്യമേ ഞാൻ നിന്നെ അടിച്ചു. അതിന് നീ ആയിട്ടില്ലല്ലോ, അടിച്ചിടും. നിന്റെ മൂപ്പായിട്ടില്ല. മൂപ്പായിട്ടില്ലെങ്കിൽ അവിടെ കിടക്ക നീ. കഴുത മൂപ്പായോ മോനെ? അവന്റെ മൂപ്പായില്ല. അവളെ അങ്ങ് തൂക്കിക്കോ, അവളെ അങ്ങ് തൂക്കിക്കോ. ഇവന്റെ മൂപ്പ് ഞാൻ കാണിച്ചു കൊടുക്ക. സംസാരിക്കാൻ വന്നപ്പോ അവന്റെ മൂപ്പ്. അവള് വിട്ടേക്ക്, പെണ്ണിനെ തൊട്ടുള്ള ഇത് വേണ്ട നമുക്കെന്നാ. ഫോണെ നമ്മുടെ അടുത്തോടാണെങ്കിൽ നമ്മള് വിട്ടേക്ക്. റാണിഫറില്ല. പോട്ടെ പോട്ടെ പോട്ടെ. കത്തിക്കണേ ഇവനെ കുണേ, പേര് പറയല്ല. പിന്നെ അടിച്ചിടുന്ന് പറഞ്ഞ പിന്നെ മരിക്കും ഹോസ്റ്റലായിട്ട് ഞാൻ മാന്യം മരിക്കാൻ ചോദിച്ചത് അവനോട്. മാന്യം മരിക്കാൻ ചോദിക്കാൻ നേരത്തെ അവൻ തലയിൽ കയറുന്നു. മൈനസ് അടിക്കുന്നതാണ് ഇഷ്ടപ്പെടാത്തെ. ഹലോ ഹലോ മച്ചാനെ നമ്മള് മാന്യം മരിക്ക് ചോദിക്കാൻ നേരത്തെ അടിച്ചിടും. എന്ത് കൊണയായിരുന്നു അവിടെ കിടന്നിട്ട്. ജുഗ്രുല്ലേ ഒരു പെണ്ണ് വന്നിട്ട്, ഇവിടെ ഒരു പെണ്ണുണ്ട്, പെണ്ണ് വന്നിട്ട് ചുമ്മാ വന്നിട്ട് TBS മിസ്റ്റി ആണെന്ന്. എന്നിട്ട് എന്റെ TBS കാർ എടുത്തോണ്ട് പോയി. കാർ ലോക്ക് പിക്ക് വെച്ചു. കുറച്ചേരം ഉരുട്ടിക്കൊണ്ട് പോകാം, എന്നിട്ട് പിന്നെ വിട്ടേക്കാൻ പയ്യനെ. ഇട്ടല്ലേ രാത്രി നിങ്ങൾ പുള്ളി ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് പുള്ളി എന്നെ AR ചൂണ്ടിയിട്ട് ഇറങ്ങടാന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെട്ടു. നമ്മളെ വണ്ടി എടുത്തോണ്ട് കൊണയാക്കണായിരുന്നു. സ്വന്തം വണ്ടി വിട്ടാൻ പറയണത്. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഞാൻ അടിക്കും പറയുമ്പോ നിങ്ങൾ എന്നെ അടിക്കും. മാന്യം എനിക്ക് സംസാരിക്കണം. ഓക്കെ, ഇത് ഒരു പെണ്ണിന്റെ ഒപ്പം വന്നിട്ട് മാസം അടിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ആണുങ്ങൾ വന്ന് മാസം ഓക്കെ, അതൊക്കെ ഓക്കെ. ഒരു പെണ്ണിന്റെ ഒപ്പം വന്ന് മാസം അടിക്കുന്നത് മോശാട്ടാ ബ്രോ. സംഭവം എന്താ പറയാ, ഒരു പെണ്ണൊക്കെ ഉള്ളപ്പം ഇച്ചിരി മാസൊക്കെ അടിക്കണമല്ലോ. ഈ സൗണ്ട് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ആള് മാറി നമ്മളെ സാധനം എടുത്തോണ്ട് നമ്മളെ തന്നെ മാസം അടിക്കുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞൂടെ മിസ്റ്റി എന്ന് പറഞ്ഞു TBS. എന്നിട്ട് നമ്മളെ ഗാങ് വെഹിക്കിൾ എടുത്തോണ്ട് പോയി. ആളെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. 5 മിനിറ്റ് വിടാം. നമുക്ക് പോവാം ബ്രോ. ലക്ഷത്തി ആരെടാ മോനെ? ഹലോ ചന്ദ്ര, ഡെഡ് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. ഹലോ, ഡെഡ് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ഹലോ മുതുക്കൊന്നാ. ഹലോ ഏതോ പെണ്ണിന്റെ കൂടെ ഒന്ന് മാസം അടിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി അടിച്ചിട്ട് പട്ടം പുറത്തെ. നമ്മളില്ല കേട്ടോ, നമ്മളില്ല കേട്ടോ. ആ കരിമീൻ അടി കിട്ടിയെന്ന് പറഞ്ഞു. കരിമീനെ ചേരടാ ചേരടാ. ഇവനേതാ അറിയാന്നാണോ? ഇവിടെ ഇപ്പൊ ഇങ്ങോട്ടാ. എടാ ജുഗ്രുവിനെ ആരാ ഓസ് എടുക്കാൻ നോക്കിയടാ. ഞാൻ അമ്മമാരെ കടിച്ചും കിട്ടി. വന്നേ. ഹലോ ആരാ ബ്രോ? അതല്ല ബ്രോ, ഈ ബ്രാംഗ്ലർ ആയിരുന്നു. എന്താ ബ്രോ ഒന്ന് ഞങ്ങൾക്ക് തരുമോ ബ്രോ? ആകെ ഒറ്റ വണ്ടി, നല്ല വണ്ടിയേ ഉള്ളൂ. സിറ്റുവേഷൻ ആയിരുന്നു. ആണോ? സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷൻ അതേ കൊന്നിട്ടാണ്. എടാ ഒരു സിറ്റുവേഷൻ അല്ല. എടാ വാ ആ മാസല്ല
അതങ്ങനെ തൊടുന്നൂറ് അടിക്കും, അത് ആരെല്ലാം അടിക്കും. നമുക്ക് സിറ്റുവേഷൻ കിട്ടിയാ പോരെ. എടീ സ്വന്തം ഗ്യാങ്ങിലോട്ട് തന്നെ അല്ലടേ മിസ്റ്റി മരുന്നിട്ട് എന്തിനാ അതെനിക്ക് മണ്ടന്മാരാണ് മാര്. ഹലോ 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 സ്റ്റീവ് ബ്രോ, ഡെഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഹോസ്റ്റ് എടുത്തില്ല ബ്രോ, ഇനി ഇവിടെ മാറ്റി കിടത്തില്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എടാ ആ ഗ്യാങ് കൊണ്ട് എടുത്തോളാം. പക്ഷെ മറ്റേ ഇത് കൂട്ടം മറ്റേ വണ്ടിയുള്ളവന്മാർ എന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു കേട്ടാ. ഞാൻ ചോദിച്ചു ജുഗുറു എവിടെയെന്ന്. അപ്പൊ എന്റെ അടുത്ത് ജുഗുറു അവന്മാർ ഇതാരിത്? ഞാൻ ഡെഡ് ക്യാരിയാണ്. 4 പേര്. അപ്പൊ അവര് പറഞ്ഞു ഇതാണല്ലോ അവന്മാര് പറഞ്ഞ പെൺകുട്ടി. ഞാൻ പറഞ്ഞ നീ എന്തോ മാസം തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാണോ അപ്പൊ അവന്മാർക്ക് പറ്റത്തില്ലെന്ന് ചോദിച്ചു. അട്ട ഞാൻ ചോദിച്ചു ജുഗുറു എന്ത് ചെയ്യുന്നു? അവന്മാര് പറഞ്ഞു ജുഗുറു അത് അവിടെ ഉണ്ട്, അവന്മാര് കൊണ്ടുപോയി കൊന്ന് പ്ലക്കിയെന്ന്. എന്റെ വേവിനെ പ്ലക്കി പറഞ്ഞു. ഇത് സിറ്റുവേഷൻ ആവില്ല. ഗ്യാങ്ങിലോട്ട് കുറെ ഉപദേശിച്ച് പോഡ്കാസ്റ്റ് ചെയ്തു. ഞാൻ ദൈവത്തിന്റെ അടുത്താണ് സംസാരിച്ചത്. ഗോഡ് എന്നാണ് പറഞ്ഞത്. ബൈ ബൈ. EMS ഇല്ലെങ്കിൽ ഇവന്മാര് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരുത്തരെയും കത്തിച്ചും കൂട്ടാ എന്താണ്? ഒരുത്തരം മാത്രം പോരാ നമുക്ക്. കാണിച്ചു കൊടുക്കട്ടെ ഇവനെ. നമുക്ക് ഒരുത്തരം മാത്രം പോരെ സത്യം പറഞ്ഞോ. എനിക്കറിഞ്ഞൂടാ. ഞാൻ നോക്കിയപ്പോ ഇവന്മാര് മറ്റേ ജുഗ്രുവിന്റെ ഹോസ്റ്റ് എടുത്ത് മൂന്നാളാ കൊന്നിട്ട്. ഞാൻ ടി ഡി ഫ്ലെക്സ് പറഞ്ഞ് നീ പറഞ്ഞ് മുതുക്കുവാന്ന്. ഞാൻ മുതുക്ക് വന്നപ്പോ 2 എണ്ണം ഇവനെ കൊണ്ടുവന്നു. ചന്ദ്രശേഖർ ചുവപ്പ് ഡ്രസ് ഇട്ട് ബ്രോ ഒന്ന് T/S ഓടിക്കണം. റെഡ് കാർഡ് അടിക്കാൻ പാടില്ല. അക്ഷര വിദ്യാഭ്യാസം ഇല്ല. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചത് എന്തോ ടൈപ്പ് ചെയ്യേണ്ടി. ഇതങ്ങോ ടൈപ്പ് ചെയ്താൽ മതി. എത്തിയല്ലോ. 1 2 3 4 5 6 7 8 ബാക്കപ്പ് എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. നമ്മള് നല്ല കുട്ടികളാ കേട്ടോ. ഒരു മിനിറ്റ് 8 വരിക. മനസ്സിലായി. പിന്നെ ഇതൊക്കെ ആരാന്നറിയോ ഈ ഞാൻ എന്താ പ്രശ്നം ഉണ്ടായിരുന്നു? ഏതോ ഒരുത്തന്റെ പേരും വന്ന് ചോദിച്ച അവനാണോ നീ എന്ന്. ചുമ്മാ പറഞ്ഞ അതെ അവനാ. ഒരുത്തൻ പറഞ്ഞ ആദ്യം പറഞ്ഞല്ലോ, വീണ്ടും പറഞ്ഞ ഇവൻ തന്നെ എന്നിട്ട് ഇവന്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ചു. വീടിനടുത്ത് പുറത്തെടുത്ത് എന്തൊക്കെയോ സംസാരിച്ചു. അത് കൊള്ളാം. പൊങ്ങട്ടുമായി കൊള്ളലോടാ. കിടക്കുമ്പോ യൂസ് ചെയ്യരുത്. കൊണ്ടുപോയി ഞാൻ നോക്കിയപ്പോ മച്ചാൻ നെറ്റ് അടിച്ച് കൊണ്ടുപോകും. ഹലോ പിണഞ്ഞിടക്കുന്നത് ഇത് അടിച്ച് മാറ്റാൻ പറ്റുമോ? ആ മാറ്റി.
എന്തിന്റെ ഒക്കെ ആവശ്യം ബ്രോ ഇതൊക്കെ എന്ത് ഹറാമല്ലേ ബ്രോ, ഹറാം. പാവപ്പെട്ട നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു സിറ്റിയിൽ ഇല്ലല്ലോ. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? നമ്മളൊക്കെ എല്ലായിടത്തും ഇല്ലേ? നമ്മളൊക്കെ ആരാണ്? നമ്മളെല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ചുഗുറുവിനെ തട്ടാന്ന് പറഞ്ഞാൽ നമ്മള് വരൂലേ? സീനൊന്നുമില്ല. എന്നാലും എന്തിന്റെ ആവശ്യം ബ്രോ? ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുള്ള ആവശ്യം. കെല്ലി ചത്തൊന്നും കെല്ലിനെ ഇപ്പൊ സിറ്റിയിലൊന്നും കാണാറില്ല. എടാ ഞാൻ ഇച്ചിരി ബിസി ആയി പോയെ. പിന്നെ അത് വലിയ കണ്ടാ മനസ്സിലാവില്ല അത് വല്ലുമോനാണ്. നമ്മളവനെ കിട്ടിയല്ലോടാ ഹോസ്റ്റ് എടുത്തോണ്ട് പോകാനായിട്ട്. തന്നെ ഹോസ്റ്റ് എടുക്കാൻ കാണിച്ച ഇവനൊക്കെ ഏതാ നോക്കട്ടെ പൊങ്ങോട്ടെ ടൈം എടുക്കുമല്ലേ. പൊന്തി വാ ബ്രോ, നമ്മള് വെയിറ്റ് ആക്കാം. പട്ടിക്കാടളിയാ, പ്രോപ്പർ പട്ടിക്കാട്, വേറൊന്നും പറയാനില്ല. ഞാൻ ലൈവ് കയറിയ 300 തവണ ഈ മാസം ഒന്നുമില്ലല്ലോ. 10ഓളം മിനിറ്റ് എടുക്കും. നമുക്കവിടെ ഇരിക്കാതെ. ആവറാടാ 10ന്റെ കാവറ ഇപ്പൊ പോകും. ഇല്ലേടാ, 10 മിനിറ്റ് എടുക്കുമല്ലേ? ജുഗ്രുവിനെ ഇത് പോയി റിവ്യൂ ചെയ്യാൻ പറ്റൂലേ? ഹോസ്പിറ്റലിൽ പോയി വെക്കാൻ പറ്റൂലേ? അത് പോയി ജുഗ്രുവിനെ കൊണ്ട് പറ്റും. ഹോസ്റ്റ് എടുക്കുന്നല്ലോ മാരാ. നോക്കിട്ട് വരാം. വേണ്ട ബോബി, വേണ്ട ഞാൻ ഇപ്പൊ പൊങ്ങും. എടി ഇതാരുടെ വണ്ടി? അൺലോക്ക് താങ്ക് യു സോ മച്ച് ഫോർ ദ സൂപ്പർ സ്റ്റാർ. ഹോസ്പിറ്റൽ എവിടെയായിരുന്നു? എത്ര നാളായടാ സിറ്റിയിൽ? ഓരോ ദിവസം ഹോസ്പിറ്റൽ മാറില്ലേ? പിന്നെ ഞാൻ ഹോസ്പിറ്റൽ മാറിയില്ലേ സുഹൃത്തെ? അവിടെ തന്നെ ഉണ്ട് ഹോസ്പിറ്റൽ. ഭൂമി ഉണ്ടതല്ലേ? നമ്മള് വേറെ ആൾക്കാരെ കുറിച്ച് പറയണം. പൊങ്ങൂല്ലേ? ടൈം കൂട്ടിയ സാധാരണ ഇതിന് മോളിൽ കൂടെ കയറി പോന്നല്ലോ. ഞാൻ ചത്തൊന്നാ എവിടെ വണ്ടിന്നു ബോബി ചത്ത്. മോബി ചത്തപ്പോ എന്തൊരു വണ്ടി അത്. പ്രശ്നങ്ങളാണല്ലോ ആശ, സത്യ പ്രശ്നം. ആശ കയറുക. ഇത് ഫുഡും വാട്ടറും ഫുള്ള്. പിന്നെ എങ്ങനെ ചത്തത്? എന്തണ്ടി? പോവാ. ഗുരു യു ഹാവ് എ മെസ്സേജ്. എവിടെ? ഞാൻ ക്യാമ് ഫോണിൽ വെച്ചേക്കുന്നേ. എന്നെ കൊണ്ടുപോ. ഞാൻ ഇതിനകത്ത് കുടുങ്ങി. എടാ അവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് വെച്ച് മിസ്റ്റി അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു മിസ്റ്റിയാന്നേ. എന്നിട്ട് അങ്ങനെ പറഞ്ഞ സംസാരിച്ച് അവൻ ചോദിച്ചു എന്തിനാ ഗ്യാങ് വണ്ടി എടുത്തോണ്ട് പോയെന്ന്. TVS-ന്റെ ഈ പറഞ്ഞ മിസ്റ്റി TVS-ആ.
അതെനിക്ക് മനസ്സിലായി. TV60. എടേ എന്നെ എടുത്തേ ഇതൊക്കെ. എന്നിട്ട് ഞാൻ റിവൈവ് അടിച്ചേ. ഞാൻ ഒരു മിനിറ്റ് നോക്കാണ്. താഴെ എന്തോ എന്നിട്ട് സംസാരിച്ചതല്ല കഴിഞ്ഞപ്പത്തേന് അവൻ പറഞ്ഞു കെല്ലിനെ ഹോസ്റ്റേജ് എടുക്കും, അവളെ എന്തോ അടിച്ചിടും എന്നൊക്കെ പറഞ്ഞേ. ഞാൻ പറഞ്ഞു നിന്റെ കൈ ഞാൻ വിട്ടു എന്ന് പറഞ്ഞു. അല്ല അതില് കെല്ലി പറഞ്ഞ എങ്ങനാ? ഞാൻ കത്തക്കത്ത് നമ്മൾ രണ്ടും ഒരുമിച്ചാണ് നിന്നത്. ലക്ഷ്യം എന്നെ കൂടെ കൊണ്ടുപോകും. ഇല്ല ഞാൻ മിസ്റ്റി എന്ന് പറഞ്ഞ. എന്നിട്ട് അവന്മാരെന്നെ അടിച്ചിട്ട്. ഈ അടിച്ചിട്ടത് TBS ആണോ? അതെ. അവന്മാര് പേര് വല്ലതും പറഞ്ഞോ? എന്തോ ചന്ദ്രശേഖരൻ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് എക്സ്പോർട്ട് വിളിക്കുന്ന കേട്ടായിരുന്നു. പോട്ടെ. ഡോറൊക്കെ എന്തിനാ പൊട്ടിക്കുന്നത്? സിറ്റുവേഷൻ അല്ലല്ലോ. ഈ ഡോറിന് കുഴപ്പമില്ലല്ലോ. ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇത്ര നേരം ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു വാതിലെടുത്തിട്ട്. ഇവിടെ എന്തിനാ ബമ്പ്? മുമ്പത്തെ ആശ വീട്ടിലെത്തില്ല. ആശ എടാ ചുമപ്പിട്ടവനെ മതിട്ടാ, മറ്റവനെ കത്തിച്ചു കേട്ടോ. 15 ആശ 15 അണ്ണന്റെ പീസ്. പക്ഷെ ഇത് അടിയൊന്നും ആവൂല ആശ, ഞാൻ കൊണ്ട് കഴിച്ചിട്ട് വിട്ടേക്കാം. ഇത് വരൂല. ടോക്കിയോനൊന്നും ആവശ്യം നേരത്ത് കാണത്തില്ലല്ലോ. ടോക്കിയോ ഒന്നും അല്ലത്. ടോക്കിയോ അല്ലത്. അതല്ല വാർത്തയായിട്ട് നോക്കിയാ ടോക്കിയോ കിട്ടിയ നോക്കുമ്പോഴും കാണാറില്ല. ഇത് എവിടുന്ന് കേറി വന്നു? കൊറേ ഇല കണ്ടിട്ട്. വന്നു ചോദിച്ചോ. ഒഴിക്കുവാണേ. കത്തിയേ ഇതൊക്കെ ഞാൻ മറ്റവനെ കഴിച്ചു വിട്ടേക്കാം കേട്ടോ. എങ്ങനെയാന്ന് ഒരു കൈ കത്തി. ഇവൻ ടീ അടിച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഇനി മോൻ എങ്ങനെ കഴിയണ്ടെന്ന് കാണിച്ചു. എന്തൊരു താളമായിരുന്നു നിനക്ക്. ഞാൻ ഒരച്ചോട്ട് പോകുമ്പോഴേ അവരോട് പറഞ്ഞ ആളിയാ കേട്ടില്ല. ഇനി അവനെ എങ്ങനെ നക്കി തുടക്കണമെന്ന് അറിയാം. എന്തൊക്കെ ആഗ്രഹങ്ങളാ അവന്റെ ആഗ്രഹങ്ങളെല്ലാം. പേർ ചൊല്ലും മഴ കാണാൻ. മാറി മാറിയല്ലോ. വൈകലേ 4 ദിവസം പുറത്തിരിക്കാൻ വയ്യ. അവൻ പൊങ്ങിയ ഇവൻ പൊങ്ങി. ഇവനെ കത്തിച്ചാട്ടെ ഈ ബ്ലാക്കിനെ. ദൈവമേ ഇവനെ കണ്ടിട്ടില്ല. അപ്പൊ ആരോ വന്നു പോയതാ. ഞാൻ വന്നു പോയത് പക്ഷെ കത്തി ജൂഡൻ നിനക്ക് ഇച്ചിരിയിലും ബുദ്ധി, ഇച്ചിരിയിലും. കരിയില്ല വിട്ടാ പോടെ. ജൂഡ ഇങ്ങ വന്നടാ. ജൂഡ മോനെ ഇങ്ങ വന്നടാ. ഇച്ചിരിയിലും ബുദ്ധി. എടാ ഞാനൊരു പണി ചെയ്തെന്ന് വെച്ചാൽ ബഗ്ഗായി നിക്കുവാന്ന് ഓർത്തല്ലേ ഞാൻ പിടിച്ച ഒറ്റ അടി അടിച്ച്. ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഇനിയും റെസ്റ്റ് എടുക്കാൻ പറ്റൂല കേട്ടാ. വേണ്ട അവൻ എഴുന്നേക്കട്ടെ. ചോദിക്കാം, നമുക്ക് പ്രശ്നം ചോദിക്കാമല്ലോ. ഹോസ്റ്റ് എടുക്കണ്ട, അവന്റെ പ്രശ്നം ചോദിക്കാം. ഹോസ്റ്റ് എന്തിനാ എടുക്കുന്നത്? ഇത് ഏതോ സിറ്റിസൺ അളിയ. ഇവൻ എന്റെ പിടിച്ചിരുന്നു. അവൻ സിറ്റിസൺ ഒന്നും അല്ല. അല്ലേ
കത്തിക്കാടേ ഇല്ല അവൻ പൊങ്ങട്ടെ സംസാരിക്കാം പൊങ്ങട്ടെ പൊങ്ങട്ടെ സംസാരിക്കണം ഇവൻ വന്നിട്ട് ഇവൻ എന്ത് പേരായിരുന്നു വിളിച്ച ചന്ദ്രശേഖരൻ എന്റെ പേര് എടുക്കാൻ പറ്റൂലോടാ ഓൾറെഡി 2 ഹോസ്റ്റ് എടുക്കുന്നില്ല ഹോസ്റ്റ് സംസാരിക്കാം സംസാരിച്ചപ്പോ ഇല്ല അവൻ എന്തേലും കൊണച്ച പിന്നെ പിന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല അവന്റെ ഗ്യാങ് ചോദിക്കാലോ അവൻ പൊങ്ങിട്ട് അവന്റെ ഗ്യാങ് ഇതൊക്കെ അങ്ങനെ അത് ചോദിക്കാം